എവിടുന്നേലും ഒരു പച്ചമാങ്ങ കിട്ടാന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഡിമാൻഡും ഭയങ്കര ആർത്തിയും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കുമല്ലോ. ആ ഒന്ന് കിട്ടിയാൽ തന്നെ. ഇതിപ്പം ഒരുപാട് കിട്ടിയോണ്ട് തന്നെ അതിൽ വലിയ ഇമ്പില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം ഇതിവിടെ വെക്കാൻ തുടങ്ങി 3 ദിവസമായി. ഞങ്ങളുടെ വീട്ടിൽ മാങ്ങാരില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയാണ്. അതാണ് ഞാൻ ഈ ഇമ്പത്തിൻ്റെയും ആർത്തിയുടെ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഇനിയും വെച്ച ഇതെടുത്ത് ചാടേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇത് വെച്ച് ഞാനൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് മൊത്തത്തിൽ തോല് കളയാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചിൻ്റെ കളഞ്ഞില്ല. അങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കിയത്. കാരണം കുനുകുനാ അരിയാനോ കട്ട് ചെയ്യാനോ എനിക്കെന്തോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും വെച്ചത് കേടാവുന്നുള്ളത് കൊണ്ടും ഇതങ്ങനെ പെട്ടെന്ന് അങ്ങനെ പിന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ഞങ്ങൾ കഴിക്കാൻ തന്നെയാണല്ലോ. പിന്നെ വായിലിട്ട് ചവച്ചരച്ച് പോകുന്ന സാധനമാണ്. അല്ലാണ്ട് ഈ ഒരു കട്ട് ചെയ്ത പീസ് അങ്ങനെയൊന്നും അല്ലല്ലോ പോവുക. ഞാൻ അത് വെച്ച് അച്ചാറുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുക്കാം. അങ്ങനെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ ടൈമായപ്പം ചോറും പരിപ്പറിയും സോയാബീൻ ഫ്രൈയും ബീട്രൂട്ട് പച്ചടിയും മാങ്ങ ഉപ്പിലിട്ടതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ പരിപ്പടിൻ്റെ കൂടെ എനിക്കെന്താണ് എന്തെങ്കിലും മുളകിട്ടൊരു ഐറ്റം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ ചോറ് ഇറങ്ങില്ല. അതുകൊണ്ടാണ് സോയാബീൻ ഫ്രൈ ചെയ്തത്. പിന്നെ ഈ പച്ചടി ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ചിലപ്പോൾ ഞാനായിരിക്കും അവസാനമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകും. നിങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളോട് കുറേ ദിവസമായല്ലോ കോഴിൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ കോഴി മുഴുവനായിട്ട് ചത്തിട്ടുണ്ട്. 16 എണ്ണമാണ് വാങ്ങിയിട്ടുണ്ട്, 16ഉം പോയിട്ടുണ്ട്. ഒന്ന് ചത്തതെന്ന് വെച്ചാൽ പൂച്ച കടിച്ചിട്ട് കൊണ്ടുപോയതാണ്. ബാക്കി മൊത്തം എന്തോ ഒരു വൈറസ് ബാധിച്ചിട്ട് ചത്ത പോലെ ചത്തതാണ്. അങ്ങനെ ഇതിന് കളറൊക്കെ മുക്കുന്നല്ലേ, അങ്ങനെ അത് മൊത്തം ചത്തുപോയി. അങ്ങനെ രാത്രിയായപ്പം പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ട് കുറേ കാലമായി. അങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലത് ഒരു പൊറോട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതായിരുന്നു. അത്രയും മെനക്കെട്ടിട്ട്. എന്നിട്ടോ വലിയ കാര്യമായിട്ടൊന്നും ആയതുമില്ല. അത്യാവശ്യം തട്ടിക്കൊട്ടും. പക്ഷേ ബീഫ് കറി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല വെന്തുടഞ്ഞ ബീഫും അത് കൂട്ടി കഴിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും പൊറോട്ട അങ്ങനെ വലിയ റെഡി ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. പക്ഷേ ആ ഒരു മെനക്കേട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നുവെച്ചാൽ ബീഫ് അല്ല, നമ്മുടെ ഈ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങുന്നതായിരുന്നു നല്ലത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.